പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മുടെ ഷോപ്പുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് വീഡിയോസ് ആയിരിക്കും ഇനി വരിക. അപ്പോൾ നമ്മുടെ മെയിൻ ചാനലിലായിരിക്കും ബാക്കിയുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ ബാക്കിയുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ മെയിൻ ചാനലിലായിരിക്കും വരിക. അപ്പോൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഗാരേജുമായി ബന്ധപ്പെട്ടുള്ള സർവീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ചാനൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നമ്മൾ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ഷോപ്പുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും അതേപോലെ തന്നെ സെയിൽ ചെയ്യുന്ന വാഹനങ്ങളുടെ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും 8 മിനിറ്റുള്ള ഓരോ വാഹനങ്ങളുടെയും ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള 8 മിനിറ്റ് വീഡിയോ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. അതേപോലെ തന്നെ സർവീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യും. നമ്മുടെ മെയിൻ ചാനലിൽ റിവ്യൂസ് കാര്യങ്ങൾ യൂസർ ബൈക്സ് പോലുള്ള സംഭവങ്ങളൊക്കെ ആ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന പോലെയാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഉൾഭാഗം കാണുന്നത്. പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു ചാനലുണ്ട്. നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകളുമുണ്ട്, അല്ലാത്ത ആളുകളുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ എൻ്റെ ബാക്കിൽ കാണുന്ന പോലെ തന്നെ റാക്കിൽ നമ്മൾ 2 വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തതും അതേപോലെ തന്നെ അത് സെറ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്തുകൊണ്ടാണ് ആ 2 വണ്ടി മാത്രം നമ്മൾ സെറ്റ് ചെയ്തെന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഉൾഭാഗം കാണിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് പുറം ഭാഗം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഔട്ട്ലുക്ക് കേട്ടോ. പുറം ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്കുള്ളിലേക്ക് കയറാം. നമ്മുടെ ഷോപ്പ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ഏകദേശം ഒരു 1 മന്ത് കഴിഞ്ഞു കേട്ടോ. ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ 29-ാം തീയതി അല്ലേ, ഇന്ന് 30-ാം തീയതിയാണ്. അപ്പോൾ ഒരു മാസം ഒരു 10 ദിവസം കഴിഞ്ഞു നമ്മുടെ ഷോപ്പ് ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ അത്യാവശ്യം കളക്ഷൻസും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇനി നോമ്പായതുകൊണ്ടാണ് നമ്മൾ കളക്ഷൻ കുറച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് നോമ്പിന് വർക്ക് ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വണ്ടികൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വർക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് കയറ്റാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു 2 വാഹനങ്ങൾ, ഒന്ന് നമ്മൾ റാക്കിൽ സ്പ്ലെൻഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഷോഗൺ നമ്മൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 വണ്ടികളും എങ്ങനെയാണ് നമ്മൾ റാക്കിലേക്ക് സെറ്റ് ചെയ്തത് എന്നുള്ളതും അതേപോലെ തന്നെ ഇത് സെറ്റ് ചെയ്യാനുള്ളൊരു കാരണം, അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു 2 വണ്ടികളും നമ്മൾ ചൂസ് ചെയ്തത് എന്നുള്ളതും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ആദ്യം നമുക്ക് സ്പ്ലെൻഡറിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഈ വണ്ടി കുറേ ആൾക്കാർ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ അടിയിൽ കിടക്കുന്ന വണ്ടികളുണ്ടല്ലോ, അടിയിലിപ്പോൾ നമ്മുടെ കയ്യിൽ സ്പ്ലെൻഡർ, RX, മാക്സിൻ്റെ സാമ്രായി ഇതൊക്കെ ഉണ്ട്. എല്ലാവരും വന്ന് ചോദിക്കുന്നത് ഇത് കൊടുക്കാനുണ്ടോ എന്നുള്ളതാണ്, ഇത് കൊടുക്കുമോ എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംഭവം ഷോക്കേസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധനം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ വരുന്ന ആളുകൾ മുന്നിലേക്ക് എത്തിക്കുന്ന സമയത്ത് അത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ആ ഒരു സംഭവമായിരിക്കും ഫോക്കസ് ചെയ്യുക. നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വണ്ടികളായിരിക്കും നമ്മുടെ കണ്ണിൽ പെടുക. അപ്പോൾ അങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ ഈ ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കംപ്ലീറ്റ് സംഭവങ്ങൾ ഈ ഒരു വാഹനത്തിലുണ്ട്. അത്യാവശ്യം കാര്യങ്ങൾ മോഡിഫൈ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വാഹനം റാക്കിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ വണ്ടി ഡമ്മി വണ്ടിയാണ്. അതായത് വണ്ടിക്ക് കണ്ടോ, ഇതിൻ്റെ എൻജിൻ്റെ സൈഡ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എൻജിൻ കംപ്ലീറ്റ് ഉള്ളിൽ സ്പെയർ കാര്യങ്ങളൊന്നുമില്ല. എൻജിൻ കംപ്ലീറ്റ് പീസ് മാത്രം, തൂട് മാത്രമായിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ കാർബറേറ്റർ നമ്മുടെ കയ്യിൽ ഒരു പുതിയ കാർബറേറ്റർ വന്നൊരു കാർബറേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചതാണ്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് സ്പെക്ക്, ഒരു വണ്ടി നമ്മൾ കയറ്റുന്ന സമയത്ത് അതിൻ്റെ സ്പെക്ക് കംപ്ലീറ്റ് ആവണമല്ലോ. വെറുതെ ഒരു വണ്ടി കയറ്റി വെച്ചിട്ട് കാര്യമില്ലല്ലോ, അതിൻ്റെ സ്പെക്ക് കംപ്ലീറ്റ് ആവണം എന്നുള്ള മൈൻഡോട് കൂടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത കേട്ടോ. ഇത് ഞാൻ തന്നെ രാത്രി ഇരുന്ന് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു മോഡലാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എൻ്റേതായൊരു കൺസെപ്റ്റിൽ ഞാൻ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. എങ്ങനെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഹൈറ്റ് നമ്മൾ കൂട്ടിയിട്ടുണ്ട് കണ്ടോ, ഹൈറ്റ് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. താഴേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫോർക്ക് ബൂട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടിസ്റ്റർ മറുകാട് വെച്ചിട്ടുണ്ട്, മോട്ടോഡി ടയർ വെച്ചിട്ടുണ്ട്, ഡിസ്ക് നമ്മൾ യൂണിക്കോണിൻ്റെ ഡിസ്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ കാലിഫർ മിസ്സിംഗ് ആണ്. പക്ഷേ മാസ് സിലിണ്ടർ നമ്മൾ ആ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ മാസ് സിലിണ്ടർ ഇരിക്കുന്നുണ്ട്. ബാർ ഹാൻഡിൽ വെച്ചിട്ടുണ്ട്, മീറ്റർ കസ്റ്റർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ക്ലച്ച് കേബിൾ അടക്കം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ജെനുവിൻ സ്പെക്കിലേക്ക് തോന്നിക്കണം എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക് ജെനുവിൻ സ്പെക്കിലേക്ക് ഈ രണ്ട് വണ്ടിയും കാണണം. ആളുകൾ ഇരുന്ന സമയത്ത് ഇത് ഒറിജിനൽ വണ്ടിയായി തോന്നണം എന്നുള്ള മൈൻഡ് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ RXൻ്റെ ക്രാഷ് കാർഡ്,
എൻജിൻ ഗാർഡ്, എൻജിനും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. ഇതിപ്പോൾ അത്യാവശ്യം വണ്ടീനെ കുറിച്ച് മെക്കാനിക്കപരമായിട്ടുള്ള ചിന്തിക്കുന്ന ആളുകൾക്കും മെക്കാനിക്കായിട്ടുള്ള ആളുകൾ വന്ന് നോക്കുമ്പോഴേ അത് ഡമ്മി വണ്ടിയാണെന്ന് അറിയുള്ളൂ. പിന്നെ ചെയിൻ്റെ ഭാഗമൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ചെയിന് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സൈഡ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഹൈറ്റ് കൂട്ടിയതും പിനിക്സ് ഷോക്കപ്പ്, ബാക്കിലേക്ക് നമ്മൾ SG ചെയ്തിട്ട് ആ ഒരു ഷേപ്പ് വരുന്ന ടയറും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാരി കാർഡ് ഉൾപ്പെടെ വെച്ചിട്ടുണ്ട്. RX-ൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ ഗ്രാഫിക്സ് നമ്മുടേതായ രീതിയിലൊരു ഗ്രാഫിക്സും കാര്യങ്ങളും ചെയ്തതാണ്. ഇത് ഹോണ്ട റെഡ് എന്ന് പറയുന്ന ഒരു കളറാട്ടോ അതിൽ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനം കാണുന്ന സമയത്ത് കുറേ ആൾക്കാർ ഇത് കൊടുക്കാനുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നതല്ല, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനും കഴിയില്ല, കാരണം നമ്മളിത് ഡമ്മി ആയിട്ട് വെച്ചതാണ്. പക്ഷേ ഈ മോഡലിനെ കണ്ടത് നിങ്ങൾ, ഇവൻ പായും. ഇത് ജെനുവിൻ വണ്ടിയാണ്, നമ്മുടെ തന്നെ ബൈക്കാണ്. KL07 L വരുന്ന പാലക്കാട് രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. ഇതിപ്പോൾ നമ്മുടെ വണ്ടി പേപ്പർ കാര്യങ്ങളൊക്കെ റെഡിയായി. ഈ വണ്ടിക്കൊരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ, അത് ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെയാണ് ഇത് ഈ രൂപത്തിലാക്കിയെടുത്ത് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വാഹനം ആക്കിയെടുക്കാനായിട്ടുള്ളത് ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ സ്പ്ലെൻഡറിൽ നമ്മൾ ഇത്രയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡൂമിലേക്ക് വരുന്ന സമയത്ത് നമ്മളിതിൽ ഡൂമും കസ്റ്റം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്പ്ലെൻഡറിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമ്മുടെ ഷോപ്പിലേക്ക് എത്തുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ആ ഒരു രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന പരമാവധി ഞാൻ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ സ്പ്ലെൻഡർ കയറ്റാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, +2 കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് ബൈക്ക് കിട്ടുന്നത്. ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 കഴിയുന്നതിന് മുന്നേ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ കയ്യിലും ബൈക്കുകൾ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മളൊക്കെ 10ൽ പഠിക്കുന്ന സമയത്ത് സൈക്കിളും കൊണ്ടായിരുന്നു നമ്മളൊക്കെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ബൈക്ക്, സ്കൂട്ടർ ഇതൊക്കെ ആയിട്ട് പയ്യന്മാർ പോകുന്നുണ്ട്. ലൈസൻസ് ഇല്ല നിങ്ങൾ പോലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ബൈക്ക് അത് സ്പ്ലെൻഡറാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ബൈക്ക് സ്പ്ലെൻഡറാണ്. അപ്പോൾ നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല എന്ന് പറയില്ലേ, എനിക്ക് അത്രയും ഇഷ്ടമാണ് സ്പ്ലെൻഡർ ഉപയോഗിക്കാനും സ്പ്ലെൻഡർ കീപ്പ് ചെയ്യാനും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഗ്യാരേജ് തുടങ്ങിയ സമയത്ത് ഒരു വണ്ടി സ്പ്ലെൻഡർ ചെയ്യുക. എവിടെയും സ്പ്ലെൻഡർ കയറ്റി വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. കേരളത്തിൽ എവിടെയും സ്പ്ലെൻഡർ ഇതേപോലെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ള ഷോപ്പ് നമ്മൾ തന്നെ ഉള്ളൂ. കേരളത്തിൽ മറ്റെവിടെയെങ്കിലും ജില്ലയിൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ ഇതുവരെ വീഡിയോസ് ചെയ്യാൻ പോയിട്ടും അവിടെ എവിടെയും സ്പ്ലെൻഡർ റാക്കിൽ കയറ്റി വെച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്പ്ലെൻഡർ ഈ ഇതിലേക്ക് കയറ്റി വെക്കാമെന്ന് വിചാരിച്ചത്. സ്പ്ലെൻഡർ ആകുമ്പോൾ അത്യാവശ്യം ഷോ ഉണ്ടാവും, കാണാനും ഭംഗിയുണ്ടാവും, നമുക്ക് മാക്സിമം അതിൽ ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പ്ലെൻഡർ കയറ്റി വെച്ചു. പിന്നെ കുറേ നാളത്തെ ഈ ഒരു ഷോപ്പ് നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഈ ഒരു ഷോപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്, ഷോപ്പ് ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിലേക്ക് മാറുക എന്നുള്ളത്. നമുക്ക് ഷോപ്പ് ഓൾറെഡി ഉള്ളതാണ്. 2 വർഷത്തോളമായി നമ്മൾ സർവീസ് സെൻറ്ററും ചെറിയൊരു സെറ്റപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് നമ്മളൊന്ന് ഫ്രീ ആയി ഷോപ്പ് കാര്യങ്ങളായി സെറ്റപ്പ് ആയത് കേട്ടോ. എന്തായാലും ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെ എഫേർട്ടിൻ്റെ ഒക്കെ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആര് ഷോപ്പ് തുടങ്ങുകയാണെങ്കിലും ഏതൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിലും അതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ട് ഉണ്ടാവും. ഞാനൊക്കെ ഉറക്കമൊഴിച്ചതിന് ഇതായി പറയല്ല കേട്ടോ. ഉറക്കമൊഴിച്ചിന് എത്രപോലും ദിവസം ആരോഗ്യം കൂടെ നോക്കാതെ 2 മാസം 3 മാസമൊക്കെ ഉറക്കമൊഴിച്ചിട്ടൊക്കെയാണ് ഈ ഒരു വണ്ടികളൊക്കെ ഇതിനുള്ളിൽ കയറ്റി വെച്ച് കേട്ടോ. അപ്പോൾ സ്പ്ലെൻഡർ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. അടുത്ത വണ്ടി നമ്മുടെ ഷോഗൺ വെടിക്കെട്ടായിട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ റിവ്യൂ നമ്മുടെ മെയിൻ ചാനലിൽ വരുന്നുണ്ട്, അതുകൂടെ അടുത്ത ആഴ്ചകളിലായിട്ട് വരും. അപ്പോൾ ഷോഗൺ നമ്മുടെ കിട്ടിയ സമയത്തുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതേപോലെ തന്നെ കംപ്ലീറ്റ് പാർട്സിനും ഒരു ആവറേജ് വൃത്തിയുള്ളൊരു വണ്ടിയായിരുന്നു. പക്ഷേ എൻജിന് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. നമ്മളവിടുന്ന് പാലക്കാട് നിന്ന് ഓടിച്ച് കൊണ്ടുവന്ന സമയത്ത് നമ്മളിതിൻ്റെ പവർ ഒന്ന് ചെക്ക് ചെയ്യുമല്ലോ. പവർ അങ്ങ് ചെക്ക് ചെയ്ത് ഒരു 120-130 വണ്ടി സ്മൂത്തായിട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ആദ്യം ചെയ്തത് എൻജിന് എന്തെങ്കിലും വർക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്തത്. ഞാൻ ഏത് ബൈക്ക് എടുക്കുന്ന സമയത്തും എൻജിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമ്മുടെ ഗ്യാരേജിൽ എത്തിയതിന് ശേഷം കംപ്ലീറ്റ് ഒന്ന് A to Z കാര്യങ്ങൾ നോക്കും. അത് എല്ലാ വണ്ടി എടുക്കുന്ന സമയത്തും എൻജിൻ പെർഫെക്റ്റ് ആണോ, ഇനി എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ഒരാഴ്ച 1 വീക്ക് ഞാൻ ഓടിച്ച് നോക്കിയിട്ട് എൻജിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യും. എന്നിട്ടേ ബാക്കി വർക്ക് എടുക്കുള്ളൂ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ എൻജിനൊരു ആവശ്യമില്ലാതെ, ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തു. ഈ മാക്സെൻറ്റഡ് സാമുറായി അതേപോലെ തന്നെ ഷോഗൺ പോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കറിയാം ഇതിൻ്റെ എൻജിൻ ഓയിൽ അങ്ങനെ നോക്കാൻ കഴിയില്ല. ഒന്നെങ്കിൽ നമ്മൾ ഈ ഒരു ഡ്രൈനേജ് ബോൾട്ടിൻ്റെ ഈ ഒരു ചെറിയ ബോൾട്ട് ഉണ്ട്, ആ ഒരു ബോൾട്ട് നമ്മൾ അയച്ചു നോക്കണം. അല്ലെങ്കിൽ താഴത്തെ ഡ്രൈനേജ് ബോൾട്ടിൻ്റെ ഇവിടെയുള്ള വരുന്ന ബോൾട്ട് അയച്ചിട്ട് ഫുൾ ഓയിൽ ചോർത്തി വെക്കണം. മറ്റേത് നമ്മൾ മേലത്തെ ഈ ഒരു
ഡ്രൈനേജ് ബോൾട്ടിൻ്റെ ടോപ്പത്തെ ബോൾട്ട് ഉണ്ടല്ലോ, ഈ ഒരു ബോൾട്ട് അയച്ചു കഴിഞ്ഞാലും ഇതിൽ എഞ്ചിൻ ഓയിൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ ഒരു പ്രശ്നം സാമുറായി മാക്സിൻ്റെ, ഷാവോലിൻ, അതേപോലെ തന്നെ ഷോഗൺ പോലുള്ള ബൈക്കുകൾക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ ഉണ്ടോ എന്ന് അയച്ചാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അടിയത്തെ ഡ്രൈനേജ് ബോൾട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്തും വലിയ പ്രശ്നങ്ങളില്ല കേട്ടോ. കംപ്ലീറ്റ് നോക്കിയപ്പോൾ പുതിയ ഓയിൽ, ഒരു പ്രശ്നവുമില്ല. 900 ml കറക്റ്റ്, 900 ml ആണ് ഇതിലേക്ക് വരിക എഞ്ചിൻ ഓയിൽ. അപ്പോൾ 900 ml കറക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി വെറുതെ എടുക്കണ്ടല്ലോ വെച്ചിട്ട് ആ ഓയിൽ തന്നെ എടുത്ത് ഈ ഡ്രൈനേജ് ബോൾട്ട് ഇവിടെ നമ്മൾ അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാനായിട്ട് നോക്കിയതാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ ഓണർമാർ ഇതേപോലെ ഡ്രൈനേജ് ബോൾട്ട് ഓവർ ടൈറ്റ് ആക്കിയിട്ട് എൻജിൻ കേസ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ MC വെച്ചിട്ട് അത് എൻജിൻ കേസ് ഫുൾ അയക്കേണ്ടി വരും. എൻജിൻ ഫുള്ള് കംപ്ലീറ്റ് അയച്ച് എൻജിൻ കേസ് സെറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് MC വെച്ച് ടൈറ്റ് ആക്കിയതാണ്. അപ്പോഴാണ് ഞാനിത് അയക്കുന്നത്. അങ്ങനെ പ്രശ്നങ്ങളായി, ഇത് പൊട്ടി. എനിക്കാണെങ്കിൽ ചെറിയൊരു കംപ്ലയിൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എഞ്ചിൻ്റെ കേസ് പൊട്ടി അങ്ങനത്തെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാനത് കംപ്ലീറ്റ് പീസാക്കി വൃത്തിയാക്കിയിട്ട് ചെയ്യും. അപ്പോൾ അന്നേ ദിവസം രാത്രി ഇരുന്ന് വണ്ടി അയച്ച് ഫുൾ പീസാക്കി. അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആക്കി കംപ്ലീറ്റ്. ഞാൻ അതിന് മുന്നേ എഞ്ചിന് അയച്ചിട്ടില്ല ഇതുവരെ. ഷോഗണിൻ്റെ എഞ്ചിൻ്റെ അയച്ചിട്ടില്ല കേട്ടോ. ആദ്യമായിട്ട് ഞാൻ ഷോഗണിൻ്റെ എഞ്ചിൻ അയച്ച് കംപ്ലീറ്റ് പീസാക്കി കൊണ്ടുപോയി ലെയ്ത്ത് കൊണ്ടുപോയി ചെയ്ത് വളാഞ്ചേരി ആ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ചെയ്ത് കൊണ്ടുവന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് എഞ്ചിൻ റീസെറ്റ് ചെയ്ത് എന്നിട്ടാണ് നമ്മൾ പെയിൻറ്റിങ് എടുക്കുന്നത്. പെയിൻറ്റിങ് എടുക്കുന്ന സമയത്തും ഞാനൊരു പിസ്ത കളറിലേക്ക് മാറാനായിട്ട് നോക്കിയത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കിൽ കണ്ടോ ഒരു പിസ്ത കളറ്, ഇതായിരുന്നു കേട്ടോ ശരിക്കും ഇതിൻ്റെ കളറ്. നമ്മൾ അടിച്ചു വന്ന ഫസ്റ്റ് കളർ ഈ പിസ്ത കളർ അടിച്ച് ഫുള്ള് ക്ലിയർ കോട്ടൊക്കെ അടിച്ച് നല്ല രസമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അടിച്ചതാണ്. പക്ഷേ ഇങ്ങനെ 2 ദിവസം ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് റോട്ടിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ പ്രശ്നമാവും മീൻസ് നമുക്ക് ഓടിക്കാൻ കഴിയില്ല. നമുക്കൊരു വണ്ടിയുടെ കളർ കംഫേർട്ട് തോന്നുമ്പോഴാണ് നമുക്ക് ആ വണ്ടി എടുത്ത് ഇറങ്ങാൻ തോന്നുള്ളൂ. കളർ ഒരു ബോറാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് എന്താ വണ്ടി വെച്ചിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരു മൈൻഡ് സെറ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വൈറ്റും 2 കളറാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ പിസ്ത. അപ്പോൾ പിസ്ത അടിച്ച് കൊളായി നേരെ വൈറ്റ് എടുത്ത് അന്നേ ദിവസം തന്നെ കൊളായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ പേൾ വൈറ്റ് എടുത്ത് മിക്സ് ചെയ്ത് ഒരു 3 കോട്ട് പെയിൻറ്റ് ഇതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ 3 കളർ ക്ലിയർ അടിച്ചത്. ഇപ്പോൾ പൊടി കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വൃത്തി കമ്മി ഉണ്ടാവും. ഒന്ന് വാഷ് ചെയ്യാനുണ്ട്. നോമ്പ് കഴിഞ്ഞതിന് ശേഷം, പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഷോപ്പ് കംപ്ലീറ്റ് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ നമ്മളാക്കിയിട്ടോ. ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നമ്മുടേതായ രീതിയിൽ നമ്മൾ ചെയ്തതാണ്. ഇത് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ആളുകൾ ഈ ഒരു ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വണ്ടികൾ ഇറങ്ങി കണ്ടിട്ടുണ്ട്. ഈ ഒരു ലുക്കിൽ ഷോഗൺ നമ്മുടെ കയ്യിലാണ് കേരളത്തിൽ ഉള്ളത്. ഇന്ത്യയിൽ തന്നെ ഈ ഒരു രൂപത്തിൽ ഷോഗൺ ഉള്ളത് നമ്മുടെ കയ്യിൽ തന്നെ ആവും. അപ്പോൾ ഈ ഒരു രൂപത്തിൽ ചെയ്യാനുള്ളൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കൺസെപ്റ്റായിട്ട് ചെയ്തതല്ല, ഓരോ പാർട്സുകളും വാങ്ങിയിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഡൂമാണെന്നുണ്ടെങ്കിൽ ഇത് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. 2 മണിക്കൂറൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഡൂമും കാര്യങ്ങളും ഡയമണ്ട് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഷോഗണിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 3 ഇഞ്ചാണ് നമ്മൾ ഇതിൽ ഹൈറ്റ് കൂടിയിട്ടുള്ളത്. ഫ്രണ്ടിൽ നമ്മൾ SDV ചെയ്തിട്ടുണ്ട്, ഡിസ്ക് ചെയ്തിട്ടുണ്ട്. ഇത് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഏതായിരുന്നു ഇതിൻ്റെ മറുകാർഡ് എന്നുള്ളത്. അപ്പോൾ ഹങ്ങിൻ്റെ മറുകാർഡാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ എൻജിൻ കാർഡ് വെച്ചിട്ടുണ്ട്. RZ ക്രാഷ് കാർഡ് നിങ്ങൾക്ക് കാണാം. ഗ്രാഫിക്സ് എങ്ങനെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതേപോലെ തന്നെ ഇത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇത് ക്യാറ്റാണോ എന്നുള്ളത്. ഇത് ക്യാറ്റല്ല, സാധാരണ നമ്മുടെ ഷോഗണിന് വരുന്ന സൈലൻസർ തന്നെയാണ്. പിന്നെ ഷീൽഡ് ഞാൻ കട്ട് ചെയ്തിട്ട്, ഷീൽഡ് ഇതുവരെ ഉണ്ടാവും. സാധാരണ ഷീൽഡ് ഈ ഒരു ഭാഗം വരെ, അല്ലെങ്കിൽ ഏകദേശം ഈ ഒരു ഭാഗം വരെ ഷീൽഡ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഷീൽഡ് കട്ട് ചെയ്തിട്ട് ഷീൽഡ് നമ്മൾ വെക്കുന്ന സമയത്ത്, കിക്കർ അടിക്കുന്ന സമയത്ത് ഷീൽഡ് ടൈം തട്ടും. അപ്പോൾ ആദ്യം ഇതുവരെ കട്ട് ചെയ്ത് നോക്കി, അപ്പോഴും കിക്കർ തട്ടുന്നുണ്ട്. പിന്നെ ഇതുവരെ കട്ട് ചെയ്ത് നോക്കി, പിന്നെയും കട്ട് ചെയ്യുമ്പോൾ ഇതേ ഷേപ്പിൽ തന്നെ കേട്ടോ കട്ട് ചെയ്ത് വരുന്നത്, അപ്പോഴും കിക്കർ തട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് നോക്കിയിട്ട് ഈ ഒരു ഷേപ്പിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്ത് ലെവലാക്കി വെച്ചാട്ടോ. ഒന്ന് നിക്കിൾ ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നിച്ചിൻ്റെ ഷോക്ക് കാണാം, SDVയിൽ കാണാം. പിന്നെ ബാക്കി നോർമൽ കാര്യങ്ങൾ ഷോകളിൽ വരുന്ന സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എഞ്ചിന് പോർട്ടിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നല്ല പവർ വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ഷോഗണാണ്. ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ പാലക്കാട് രജിസ്ട്രേഷനിൽ ഇറങ്ങിയൊരു വണ്ടിയാണ്, കാൽ വണ്ടി തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായൊരു പവർ ഈ ഒരു വണ്ടിയുണ്ട് കേട്ടോ. പിന്നെ 50 പിസ്റ്റൺ വരുന്നത്. സിലിണ്ടർ 50 കിടക്കുന്നത്. ചെറിയൊരു റിങ്സ് അടിക്കുന്നുണ്ട്. റിങ്സ് അടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ഒട്ടുമിക്ക ഷോഗണ് പണിയെടുത്ത് കഴിഞ്ഞാലും ഷോകളിൽ ഏറ്റവും കൂടുതൽ വരുന്ന കംപ്ലയിൻസ് ആണ് റിങ്സ് അടി. അത് ഞാൻ ഓടിച്ച ഒട്ടുമിക്ക വണ്ടികൾക്കും റിങ്സ് അടി ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് റീബോറിങ്ങും കാര്യങ്ങളൊന്നും ഇവിടെ നമ്മുടെ നാട്ടിൽ ശരിക്കും ചെയ്യാൻ കഴിയില്ല.
അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വിഷയമായിട്ട് ഇപ്പോൾ ചെറിയതായിട്ട് മൈന്യൂട്ടായിട്ട് എനിക്ക് തന്നെ സമയത്തോളം ഇതൊരു വിഷയമല്ല. RX-നാണെന്നുണ്ടെങ്കിലും ഞാൻ റിംഗ് സ്റ്റഡി ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ആ വണ്ടി ഉപയോഗിക്കും അത്യാവശ്യം. പിന്നെ ഈ ഷോഗൺ മാക്സിനോട് സാമുറായിയുടെ പിസ്റ്റൺ ക്രാങ്ക് ഇതൊക്കെ ഭയങ്കര ബിൽഡ് ക്വാളിറ്റിയിലാണ്. RX-ന് മാതിരി പൊടിഞ്ഞു പോകുന്ന സംഭവങ്ങളല്ല, എത്ര കൊടുത്തു കഴിഞ്ഞാലും കുറേ കാലം ഓടിക്കോളും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നിലനിർത്തിയിട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹിസ്റ്ററി. നമ്മൾ പാലക്കാട് നിന്ന് കൊടുന്നാണ് ഇപ്പോൾ RC കാര്യങ്ങളൊക്കെ റെഡിയായി. ഇത് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ഷോപ്പിൻ്റെ ഒരു ഷോ തന്നെ നിൽക്കുന്നത് ഈ ഒരു 2 വണ്ടിയിലാട്ടോ. ആ പുറത്ത് നിന്നിട്ട് ഈ റോഡ് സൈഡിൽ നിന്നെങ്കിൽ ഇവിടെ നിന്നൊക്കെ നിന്നിട്ട് നമ്മുടെ ഷോപ്പ് ഇങ്ങനെ രാത്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വണ്ടി ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. കുറേ ആൾക്കാർ നമ്മളോട് ഷോപ്പിൽ വരുന്ന സമയത്ത് പറയുന്ന കാര്യം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് 2 വണ്ടി ചുമരിലിങ്ങനെ വെച്ച പോലെ, ചുമരിൽ ഒട്ടിച്ച് വെച്ച പോലെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ട്. ഷോപ്പിന് അങ്ങനെ നമുക്ക് ഷോ കൊണ്ടുവരാൻ പറ്റും. ഒരാളുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് കയറാൻ എങ്ങനെയാണ് ഒരു മനസ്സ് തോന്നുന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കുറേ ആൾക്കാർ ഇവിടെ അവിടുന്ന് ഷോപ്പ് കണ്ടിട്ട് ഇവിടെ വന്ന് നിർത്തും, എന്നിട്ട് നോക്കിയിട്ട് കണ്ട് വിസിറ്റ് ചെയ്തിട്ട് കുറേ ആൾക്കാർ പോകാറുണ്ട്. അപ്പോൾ ഷോഗൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഷോഗൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ഇടാം. സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിട്ടോ. നിങ്ങൾ പറയും ഏകദേശം ഒരു മാസത്തെ കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. 1 മാസം ഞാൻ ഇതുമ്പോൾ തന്നെ ആയിരുന്നു വർക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഷോപ്പിലുള്ള ഒട്ടുമിക്ക വർക്കുകളും നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അറിയാം. ഞാൻ ചിലപ്പോൾ വീഡിയോ ചെയ്യും, ഞാൻ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ എൻ്റെ ഷോപ്പിൽ കഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഷോപ്പിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ സർവീസ് സെൻറ്ററിൽ വരുന്നതാണ്. അപ്പോഴും എന്നെ നിങ്ങൾക്ക് കാണാം ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഒട്ടുമിക്ക വാഹനങ്ങളിലും എൻജിൻ വർക്ക് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. അതിപ്പോൾ എനിക്ക് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. എനിക്ക് വർക്ക് അറിയുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്തിട്ട് ക്ലിയർ ആക്കി കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഷോപ്പിൽ നിന്ന് ബൈക്ക് എടുക്കുന്ന സമയത്ത് ഞാനത് കൺഫേം ചെയ്യുന്നത്. ഞാൻ വർക്ക് എടുത്ത വണ്ടിയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് എൻജിൻ ഓക്കെയാണ്, എൻജിനിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടേ നിങ്ങൾക്ക് വണ്ടി തരുള്ളൂ. അപ്പോൾ ഷോഗണും നമ്മുടെ സ്പ്ലെൻഡറും ഈ 2 വണ്ടികളാണ് നമ്മുടെ ഗ്യാരേജിൽ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2 വണ്ടികൾ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് കയറ്റി വെച്ചത് എന്നുള്ളത് കേട്ടോ. കയറ്റി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 പേര് ഇവിടെ ഈ ഒരു നിലത്ത് നിന്നിട്ട് തോളിലൊക്കെ വെച്ചിട്ടാണ് ഇതാണ് കയറ്റി വെച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യം ഹൈറ്റ് ഉദ്ദേശിച്ചത് ഈ ഒരു ഹൈറ്റ് ആട്ടോ. വണ്ടിയുടെ ഹൈറ്റ്, അതായത് നമ്മുടെ ഒരാളുടെ ചെസ്റ്റിയുടെ ഹൈറ്റാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്ര ഹൈറ്റാണ് നമ്മൾ മാക്സിമം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആ ഒരു ഹൈറ്റിൽ വെക്കുന്ന സമയത്ത് പുറത്തുനിന്ന് കാണുന്ന സമയത്ത് ഇത് ഹൈറ്റ് കുറവാവോ എന്നുള്ളൊരു മൈൻഡ് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടിയത്. ഇപ്പോൾ അവിടുന്ന് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റാണ് വണ്ടി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഹൈറ്റാണ് ഇതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെക്കാനും ഇറക്കാനൊക്കെ സിമ്പിളായിരിക്കും. ഇപ്പോൾ അടുത്തൊന്നും നമ്മൾ ഇറക്കില്ല. അപ്പോൾ അതുകൊണ്ട് നേരെ നമ്മൾ കയറ്റി വെച്ചാൽ കേട്ടോ. 2 വണ്ടി ഇത് കയറ്റാനായിരുന്നു ഏറ്റവും റിസ്ക്. ഇതും റിസ്ക് തന്നെയാണ്. കാരണം ഇതിൻ്റെ എൻജിൻ്റെ വെയിറ്റ് ഇല്ല എന്നുള്ളൂ, ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും വെയിറ്റ് ഇതിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ 2 വണ്ടികൾ നമ്മളവിടെ കയറ്റി വെച്ച് ഷോപ്പ് ഇനാഗ്രേഷൻ ചെയ്ത്. അപ്പോൾ ഈ ഒരു ചാനൽ നിൽക്കുന്ന ആളുകൾക്ക്, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഷോപ്പ് എങ്ങനെയാണ്, നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കോട്ടക്കൽ കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ലൊക്കേഷൻ്റെ കാര്യങ്ങൾ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും വരാം, വിസിറ്റ് ചെയ്യാം. നമ്മളിവിടെ ഉണ്ടാവും. ഇവിടെ നമ്മളില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സർവീസ് സെൻറ്ററിലായിരിക്കും നമ്മളുണ്ടായിരിക്കാം. നിങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിലേക്ക് വന്ന് തുറന്നു തരും കേട്ടോ. ഇവിടെ ഗ്ലാസ് നമ്മൾ ഓപ്പൺ ആക്കിയിടാറുണ്ട് എല്ലാ ദിവസവും. ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഓരോ ബൈക്കുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു 8 മിനിറ്റ് വീഡിയോ, നമ്മുടെ കയ്യിലുള്ള ഓരോ ബൈക്കുകളുടെയും ഒരു 8 മിനിറ്റ് വീഡിയോ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും അതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ എഞ്ചിൻ്റെ കണ്ടീഷനും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു 8 മിനിറ്റ് വീഡിയോ മാത്രമുള്ള ഒരു വീഡിയോ ആയിരിക്കും അടുത്ത വീഡിയോ മുതൽ ചെയ്യുക. അതേപോലെ തന്നെ സർവീസുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പിലുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൊരു ചാനലാണിത്. നമ്മുടെ വ്ളോഗ് ചാനലായിരുന്നു. അപ്പോൾ നമ്മുടെ ഷോപ്പ് ഇനാഗ്രേഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ ചാനലാക്കി മാറ്റിയതാണ്. പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്നാൽ തുടർച്ചയായിട്ട് വീഡിയോ ഈ ചാനൽ വരും. നമ്മുടെ മറ്റേ ചാനൽ പെരുന്നാളിന് ശേഷം വീഡിയോസ് കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഓരോ വണ്ടികളുടെയും ഡീറ്റെയിൽ റിവ്യൂ എന്ന് പറയുമ്പോൾ ഒരു വണ്ടി എടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ആ ഒരു വീഡിയോയിൽ പറയുക. 8 മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ വീഡിയോ, അതിൽ കൂടുതല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടാതെ തീർച്ചയായും നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കാണിക്കുക. അടുത്ത വീഡിയോയിലാണ്. ബൈ.